ചില സിനിമകൾ കാണുന്ന സമയത്ത് ആ സിനിമയ്ക്ക് മാത്രം ശബ്ദം വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ ചില MP3 പാട്ടുകൾക്കും യൂട്യൂബിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ചില വീഡിയോകൾക്കുമൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ എങ്ങനെ ശബ്ദത്തോടെ നമുക്ക് മൊബൈൽ ഫോണിൽ കാണാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. മാത്രവുമല്ല, നമ്മളൊരു പബ്ലിക് പ്ലേസിൽ നിന്നാണ് ഏത് വീഡിയോയും നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണ് പറയുന്നതെന്നൊന്നും കേൾക്കാറില്ല. ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങളൊരു ഹെഡ്ഫോണിൻ്റെ സഹായമാണ് തേടാറ്. പലപ്പോഴും നമ്മൾ ഹെഡ്ഫോൺ എടുത്ത് നടക്കാറില്ല. അതുപോലെ തന്നെ ഹെഡ്ഫോൺ എടുത്ത് കുത്തണം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്നൊരു കാര്യം പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാറില്ലേ? എന്നാൽ നമ്മുടെ ഫോണിൻ്റെ വോളിയം തന്നെ ഇരട്ടിയാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നാൽ നമുക്ക് ഏത് വീഡിയോയും, എത്ര ശബ്ദം കുറഞ്ഞ വീഡിയോയും ശബ്ദത്തോടെ തന്നെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പരസ്യമാണ് വരിക. അത് എക്സിറ്റ് പോവുക. എക്സിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മുകളിലൊരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് കൊടുക്കുക. ഇനി ഇവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് ബട്ടൺ കാണാം. ആ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പെർമിഷൻ ചോദിക്കും നിങ്ങളോട്, മൈക്രോഫോണിൻ്റെത്. അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പെർമിഷൻ്റെ ഓപ്ഷൻസ് വരും. എന്നിട്ട് വീണ്ടും അത് അലോ കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു പെർമിഷൻ കൂടി കൊടുക്കാനുണ്ട്. അത് ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അലോ കൊടുക്കേണ്ട ഓപ്ഷൻസ് വരും. അത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അലോ കൊടുക്കുക. ഇത് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ്റെതാണ്. ഇത് എല്ലാ ഫോണിലും ഒരുപോലെയല്ല, നിങ്ങളുടെ ഫോൺ അനുസരിച്ച്. ഇനി നമുക്ക് ഇവിടുന്ന് വോളിയം ബട്ടണിൽ സൗണ്ട് കൂട്ടാം. അതുപോലെ തന്നെ താഴെ സെലക്റ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന് മുന്നേ ഞാനൊന്ന് ഒരു മൈക്രോഫോൺ സംഘടിപ്പിച്ചിട്ട് ഇവിടെ വെക്കട്ടെ, കാരണം നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഓക്കെ, വയർലെസ് മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഹോളിലാൻഡിന്റെ ലാർക്ക് M2 എന്ന ഈ ഒരു മൈക്ക് ആമസോണിൽ നിന്നും ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഇൻഡോർ സൗണ്ട്. ഓക്കെ, അതേ വീഡിയോ ഞാൻ വോളിയം ബൂസ്റ്ററിൽ 150 വെക്കുകയാണ്. അതായത് കുറച്ച് ശബ്ദം കൂട്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഓൾറെഡി ശബ്ദമുള്ളതാണ്, എങ്കിലും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഇനി യൂട്യൂബിൽ പോയിട്ട് ഞാൻ അതേ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഔട്ട്ഡോർ സൗണ്ട് ക്വാളിറ്റിയും ഇതിന്റെ അൺബോക്സിങ്ങും ഇതിന്റെ റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോ കൊടുത്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്കും ഇഷ്ടമാകും. ഒരുപാട് കാലമായിട്ട് ഈ ഒരു മൈക്ക് ഞാൻ ഇതിനകത്ത് ഇക്വലൈസറിൻ്റെ ഓപ്ഷൻസ് കൂടിയുണ്ട്. അത് നിങ്ങൾ ഓണാക്കി കൊടുത്തിട്ട് താഴത്തെ ബാസിൻ്റെ കൺട്രോളും അതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾ ബട്ടൺ ഉണ്ട്. നമ്മൾ ഹോം തിയേറ്ററിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര തല്ലിപ്പൊളി ഹെഡ്ഫോൺ ആണെങ്കിലും നല്ല ഔട്ട്പുട്ട് കിട്ടും. അത് ഹെഡ്ഫോണിലാണ് അതിൻ്റെ സുഖം എന്താണെന്നറിയാം. ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വോളിയം ബൂസ്റ്റർ വോളിയം അധികം കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിന് കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത് അധിക വോളിയത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്പീക്കർ പെട്ടെന്ന് പോയി പോകും. നമ്മുടെ റിംഗ് ടൂൺ വരുന്ന സമയത്തും മെസ്സേജ് വരുന്ന സമയത്തൊക്കെ വലിയ ശബ്ദമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഇത് ഉപയോഗിക്കാതിരിക്കുക, ആവശ്യഘട്ടത്തിൽ മാത്രം ഇത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.